അതെ, ഇതുപോലെ കൊണ്ട് വെക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അതിൻ്റെ അകത്ത് തന്നെ ഇട്ടോളൂ. നമ്മുടെ നാട്ടിലെ സ്വഭാവമല്ലേ ഇത് കാണിച്ചു വെച്ചേക്കുന്ന പരിപാടി. കുപ്പിയും അത് ഇതും കൊണ്ട് ഇത്രയും നല്ലൊരു വേസ്റ്റ് ബിൻ വെച്ചിട്ട് പോലും ഇത് വെക്കുന്ന ആ എന്ത് വൃത്തിയായിട്ട് ആൾക്കാരല്ലേ മക്കളെ. നമ്മൾ നമ്മുടെ വേസ്റ്റ് എവിടെ ഇടുന്നേ? അതാണ് രാവിലെ വന്നിട്ട് പോയോ കേട്ടോ. ഇതുകൊണ്ട് ആനയൊക്കെ ഇവിടെ എപ്പോഴും വരുന്ന കേട്ടോ വെള്ളം കുടിക്കാൻ. വീണ്ടും നമ്മൾ അക്കരക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിമനോഹരമായ പ്ലാവന അല്ലേടാ, പ്ലാവന. പെരി പെരി വെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അതിമനോഹരമായ മാമലക്കണ്ട യാത്രയിൽ നമ്മൾ ആണ്. അപ്പം നമ്മളിവിടെ വന്ന വഴിക്ക് ഇവിടെ പ്ലാവന ഒരു ഫെറി സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ പലയിടത്തും കയറിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഒന്ന് കയറ്റാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അതിമനോഹരമായ അതേ ആ കാണുന്ന കടത്ത കേട്ടോ. ഇവിടുന്ന് അതേ കയറി അക്കരെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. അതുപോലത്തെ ഇവിടെ ഒരു സർവീസ് ഉണ്ട്. ജീപ്പിനും അവിടുന്ന് 6 കിലോമീറ്റർ അകത്തോട്ട് യാത്ര ചെയ്യണമെങ്കിൽ അതും പറ്റും കേട്ടോ. നമ്മളിപ്പം ഇവിടുന്ന് ഇതേ കയറി അക്കരെ പോയി ഇറങ്ങി തിരിച്ചു വരാനാണ് പ്ലാൻ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. മാമലക്കണ്ടത്തെ അടിപൊളി വീഡിയോകൾ അടുത്ത ദിവസങ്ങളിൽ വരാൻ കാത്തിരുന്നോണം. അപ്പം ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമോ. അടിപൊളി 6 വീഡിയോകളായിരിക്കും ഇനിയും വരുന്നത്, കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവാം കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഇത് കണ്ടോ, കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് കടത്ത് യാത്രാ നിരക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ സ്ഥിരമുള്ളവർക്കൊക്കെ ഉള്ള റേറ്റ് ആയിരിക്കണം. ഏതായാലും നമ്മൾ 100 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ അപ്പുറത്ത് പോയത് കേട്ടോ. അതിമനോഹരമായ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് കാഴ്ചകൾ നിങ്ങൾ കാണൂ. ഇതൊക്കെ വന്ന് ഇതാണ്ടോ പൂയംകുട്ടി പോകുന്ന റൂട്ടിലാണ് കേട്ടോ. പൂയംകുട്ടി റോഡ്, പൂയംകുട്ടിക്ക് പോകുന്ന ആ വഴിയിലാണ് ഈ സംഭവങ്ങളുള്ളത് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കടകളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ കടയൊക്കെ അവധി കേട്ടോ. നമ്മൾ അവധിയുള്ള ദിവസം വന്നതുകൊണ്ടാണ്. ഇതെന്നാടാ പഞ്ചായത്തിൻ്റെ വേസ്റ്റ് ബിന്നാണോ? ഇത് നല്ലൊരു പരിപാടി അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അതെ, ഇതുപോലെ കൊണ്ട് വെക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അതിൻ്റെ അകത്ത് തന്നെ ഇട്ടോളൂ. നമ്മുടെ നാട്ടിലെ സ്വഭാവമല്ലേ ഇത് കാണിച്ചു വെച്ചേക്കുന്ന പരിപാടി. കുപ്പിയും അത് ഇതും കൊണ്ട് ഇത്രയും നല്ലൊരു വേസ്റ്റ് ബിൻ വെച്ചിട്ട് പോലും ഇത് വെക്കുന്ന ആ എന്ത് വൃത്തിയായിട്ട് ആൾക്കാരല്ലേ മക്കളെ. നമ്മൾ നമ്മുടെ വേസ്റ്റ് എവിടെ ഇടുന്നേ? അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെവിടെ യാത്ര ചെയ്താലും അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ എന്തൊരു മുട്ടായിത്തൊലി ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയും പിള്ളേരോട് വണ്ടിയെ തന്നെ ഇട്ടേക്കണം. തിരിച്ച് വീട്ടിൽ ചെല്ലാതെ ആ സാധനങ്ങൾ നമ്മൾ വാരിക്കളയും. അല്ലെങ്കിൽ ഇതുപോലെ വേസ്റ്റ് ബിൻ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മളവിടെ ഇടും കൂടുതലായിട്ടുണ്ടെങ്കിൽ. ഇതുണ്ടോ, ഇഞ്ചു വാടാ, ഇഞ്ചു വാടാ, ഇഞ്ചു വാടാ. ചുവഞ്ഞെണ്ണയാണോ, ചുവഞ്ഞെണ്ണയാണോ? നമ്മൾ പടക്കുതിര അവിടെ ഇട്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ പ്ലാവന ഫെറിയുടെ അവിടെ ഇട്ട് വന്ന കേട്ടോ. ഇങ്ങനെ നമ്മൾ കിടത്തിലേക്ക് പോകട്ടെ കേട്ടോ. പിള്ളേർക്ക് കയറാൻ വേണ്ടിയുള്ള കൊതി കാരണം നമ്മൾ കയറുക കേട്ടോ. മോനെ കയറണ്ടേ? ഇതൊക്കെ ഇറങ്ങി നിൽക്കരുത്. കയറി ഇത് ജീപ്പൊക്കെ കയറ്റുന്ന സംഭവമാണ്. കയറിക്കോടി. കയറിക്കോ, കയറിയിരുന്നു. എന്താ പേടിക്കാനാ? അടിപൊളിയല്ലേ. വാച്ച് പാടി, വാച്ച് പാടി. കയറി കയറി വാച്ച്. അതിമനോഹരമായ ബൈക്കൊക്കെ കയറ്റുക. ആ ബൈക്കും ജീപ്പും ഒക്കെ കയറ്റുമടി. ജീപ്പും കയറ്റുമല്ലോ. ആ
എങ്ങനെയാണ് നമുക്ക് അവിടെ വരെ പോകണം? പിള്ളേർ അടിപൊളിയായിട്ട് ചെങ്ങാടത്തേക്ക് മാത്രമല്ല ഇതുണ്ട്. ആ കാല് കുത്താൻ കിട്ടിയില്ലേ പണി പാടും. ഗംഭീരമായ യാത്ര. തിരിച്ച് നീന്തി വരണം. വീഡിയോ ആന പുഴ വിട്ട് പോകണോട്ടെ രാജേട്ടാ. ഇപ്പൊ 2 പ്രാവശ്യം ഇറങ്ങി നേരം വിളിച്ചപ്പിന്നെ. കുഞ്ഞും തള്ളി എല്ലാടെയും താഴെ ഇതേ ഇറങ്ങിയ ചാലുണ്ടാ. ഓ അങ്ങല്ലേ ഇറങ്ങിയാലേ പിന്നെ ആനയുടെ കീഴെ പോയി കുത്തും. നമ്മളങ്ങോട്ട് പോകുന്നില്ലല്ലോ. ഇപ്പൊ ഇവിടെ അങ്ങോട്ട് നിൽപ്പണ്ട്. ഇച്ചിരി പൊടി കിട്ടും. വെള്ളം എന്നാ പറയണേ, ചൂടല്ലേ സാധനം. ജീവനുള്ളതല്ലേ ഇതിന്. എന്തെങ്കിലും വെള്ളം കുടിക്കണ്ടേ? അതെ അതെ, എല്ലാ വെള്ളവും കുടിക്കൂലേ. തോട്ടിക്കട ചീഞ്ഞിറക്കണൊന്നും കഴിക്കില്ലാന്ന്. എങ്ങോട്ടും പോകത്തില്ല. എവിടെയാടി? എന്ത് വരി ഇത് കാണുന്നുണ്ടോ? രണ്ട് വള്ളത്തെ വെച്ച് കെട്ടി സെറ്റ് ചെയ്തേക്ക് കേട്ടോ. ഇറങ്ങി ഇരുന്നോടി. എവിടെ ഇരുന്നു? വീട്ടിൽ പോണോ? പിന്നെ പോ. ഇറക്കാനും കുഴപ്പമില്ല. എന്നിട്ട് പോയതാ ഇപ്പൊ. ഇത് പുതിയതാണല്ലോ. രാവിലെ വന്നിട്ട് പോയോ കേട്ടോ. ഇതുകൊണ്ടോ ആനയൊക്കെ ഇവിടെ എപ്പോഴും വരുന്നതാണ് കേട്ടോ വെള്ളം കുടിക്കാൻ. അവർക്ക് മനസ്സിലാവോ? അവരെപ്പോഴത്തേനും വിളിക്കും. എല്ലാവരും വെള്ളത്തിൽ ചാടിക്കണോ? വള്ളത്തിൽ പോവാ. എവിടെ പോരടി? എവിടെ പോരടി? ആണോ? നമുക്ക് വെള്ളത്തിൽ തൊടാൻ അതിനാ വെള്ളം കയറുന്ന ചോർച്ചയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയപ്പോൾ വെയിറ്റ് കയറിയിട്ട് ഈ കിഴത്തേ കൂടെ വെള്ളം കയറുക.
ഈ ആനയൊക്കെ വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടോ. ആ മൂലയ്ക്ക് അവിടെ ആ കാണുന്ന ഭാഗത്ത് ആന വരുമെന്ന് പറഞ്ഞേ. പെരി പെരി രണ്ടിനും ഞാൻ ഇച്ചിരി വെള്ളം തന്നാ പോരെ. കുറേ നേരം പോയി വെള്ളത്തിൽ കിടന്നോളാം. വെള്ളം ഇത്ര നേരത്ത് അതിനകത്ത് കിടന്ന് കുളിക്കുമല്ലായിരുന്നോ? കഴുത്തട്ട വെള്ളത്തിൽ കിടക്കുമല്ലോ. നിനക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞല്ലേ? നിങ്ങൾ എടുക്കരുത്, കൈക്ക് നീളമില്ലതേ. ആയിരിക്കും വെള്ളത്തിൽ ഷൂ എല്ലാം നനച്ചേണ്ട. വീണ്ടും നമ്മൾ അക്കരക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിമനോഹരമായ പ്ലാവനയല്ലേടാ? പ്ലാവന. പ്ലാവനയിലെ അംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ജീപ്പൊക്കെ കയറ്റുമെന്ന് പറയാം. ജീപ്പ് വല്ലതും വന്നിരുന്നേ നിങ്ങളെ കാണിക്കരുത്. ജിൻസി ഇപ്പം അപ്പുറത്തെ തോട്ടി കിടന്നേ. ഹെൽമെറ്റ് മാറ്റിക്കോ. അപ്പോൾ അങ്ങനെ പ്ലാവന എന്ന് പറയുന്ന ആ ഒരു പെരയുടെ അവിടോട്ട് വന്നാൽ കേട്ടോ. നമ്മൾ അതിമനോഹരമായ ഇതേ കയറി അപ്പുറത്ത് പോകാം കേട്ടോ. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ അപ്പുറത്ത് കൊണ്ടുവന്ന് അതെല്ലാം അവിടെ കുറച്ച് നേരം നിന്നിട്ട് തിരിച്ച് ഇതേ തന്നെ തിരിച്ച് വരാം. ഇതെല്ലാം ഈ ജീപ്പും ബൈക്കും ഒക്കെ കൊണ്ടുപോകുന്ന ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ സംഭവം എന്നാണ് പറഞ്ഞേ. പുള്ളിക്ക് ഒരു 100 രൂപ കൊടുത്തപ്പോൾ നമ്മളെ അപ്പുറത്ത് കൊണ്ടുപോയി ഇവിടെ നിന്നവരെല്ലാം അപ്പോഴേക്കും ഒന്ന് കയറി കേട്ടോ. ആ രീതിയിൽ നമുക്ക് അപ്പുറത്ത് പോയി ഇതെല്ലാം കാണാനൊക്കെ പറ്റും. ആനയൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. ആ ഒരു കാണുന്ന സ്ഥലത്ത് ആന വെള്ളം കുടിക്കാൻ വരുമെന്നാണ് പറഞ്ഞത്. നമ്മൾ പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും അവിടെ ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പുറത്ത് പോയപ്പോൾ അവിടെ ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നത് കണ്ടു. അങ്ങനത്തെ സെറ്റപ്പ്. അപ്പോൾ ഇതുവഴി വരുമ്പം നമ്മുടെ മാമലക്കണ്ടമൊക്കെ വരുമ്പം വേണമെന്നുണ്ടെങ്കിൽ വന്ന് കാണാൻ പറ്റിയ അതിമനോഹരമായ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇതിൽ കയറ്റി നല്ലൊരു അനുഭവമായിരിക്കും. നമ്മുടെ എറണാകുളം ജില്ലയിൽ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ പ്ലാവന ഫെറി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിമനോഹരമായി നിങ്ങൾക്ക് അങ്ങ് അറ്റം പോകാം. നമ്മൾ 100 രൂപ അവർക്ക് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവന്നത്. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ ജീപ്പ് സവാരി ഉണ്ട് ഇവിടുന്ന് കേട്ടോ. 6 കിലോമീറ്റർ അകത്തോട്ട് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് മുകളിലോട്ട് കൊണ്ട് കാണിക്കാം. ആനയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കാണാൻ കിട്ടുമെന്നുള്ളത് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഈ ജീപ്പിൽ കയറി അക്കരെ പോവാം, തിരിച്ച് വരാം. അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ. അപ്പം അതിമനോഹരമായ ഒരു സ്ഥലം കേട്ടോ. ഇത് കണ്ടോ, ഇത് ജീപ്പൊക്കെ കിടക്കുന്നുണ്ടോ? ഈ ജീപ്പിലാണ് നിങ്ങൾ സവാരിക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പ്ലാവന ഫെറിങ് സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അടിപൊളിയായിരുന്നു. നമ്മളിവിടുന്ന് നേരെ വള്ളത്തിൽ പോയി അവിടെയൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടത് നേരെ തിരിച്ച് വന്ന കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. മാമലക്കണ്ടം ഹോം സ്റ്റേയും കാര്യങ്ങളുമൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അത് വരുന്ന വഴിക്ക് കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള കിടുക്കാച്ചി വീഡിയോകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ. ബൈ പറഞ്ഞു.